ഇവിടെ ഉണ്ടല്ലോ. രാവിലെ കാർ എടുത്തിട്ട് പോകണം പറഞ്ഞിട്ടാണല്ലോ രാവിലെ വന്നത്. ചെക്കൻ എന്താക്കിയതപ്പോ? ചെക്കനാണെങ്കിൽ വിളിക്കുകയും ചെയ്തില്ലല്ലോ. ഇപ്പൊ എങ്ങനെ പോയോ എന്തോ. അത് ശരി, ഭക്ഷണം ഇവിടെ വെച്ചിട്ട് പോയിരിക്കുക. ഞാൻ അപ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം വിളിച്ചങ്ങനെ എണിക്കില്ല, ഡോറിൽ അപ്പുറത്ത് പോയി തട്ടി തട്ടി വിളിക്കണം എന്നുള്ളത്. ഇതെന്തിനാ ഞാൻ ഇത്രയും തിരക്കിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്? അവനാണെങ്കിലോ അതിലേറെ തിരക്കാ. എനിക്ക് കഴിയില്ലപ്പോ. അല്ല നായ്ക്കൾ എടുത്തിട്ട് പോയതാണെങ്കിലോ. ഓ, എന്തോ ഒരു പുല്ല് വളർന്നിരിക്കുകയാണ്. എടാ മോനെ, ഇനിയും കിടക്കണ്ടോന്ന് എനിക്ക്. എടാ, ഓ ചെക്കൻ എണിക്കോ എന്തോ. എടാ മോനെ, ആ ഫ്രണ്ട് ഡോറൊന്ന് തുറന്നതാ. ഇനിയും കിടക്കണ്ടടാ, സമയം 11 അമ്മായിക്ക് പോയിട്ട് കുറെ പണികളുണ്ട്. നീ ഒന്ന് തുറക്ക് പോ. ചേട്ടൻ എങ്ങനെയായ എന്താ ചെയ്യാ? എപ്പോഴും ഇങ്ങനെ വന്ന് വിളിക്കാൻ പറ്റുമോ? ഓർന്നാ ഓ, ഈ കാറിന്റെ കീ ഇതിനകത്തും വെച്ച് ഡോറും പൂട്ടി വെച്ച് എങ്ങനെ എൻ്റെ കുട്ടി കാറിൽ പോവുക? ഇതൊന്ന് തുറന്നു വെച്ചൂടായിരുന്നോ? എന്താ കുളിച്ച ഒന്ന് ഇവിടെ പിരിച്ചിട്ടൂടെ? അതിനും അവന് കഴിയില്ല. ഇനിയിപ്പം ഇതൊക്കെ തണുത്തിട്ടുണ്ടാകും. ചൂടാക്കുക, കൊടുക്കുക, ഇതന്നെ എപ്പോഴും എൻ്റെ പണി. എടാ മോനെ, അമ്മായിക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലടാ. നിന്റെ അച്ഛനുള്ള സമയത്തൊക്കെ ഏട്ടൻ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും എല്ലാവരും എണിച്ച് നിൽക്കും. അത്രയും സ്നേഹവും ബഹുമാനമാ. അതൊക്കെ കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഏത് നേരം ഇങ്ങനെ കുടിച്ചു കൂത്താടി ഇങ്ങനെ നടക്കുന്നത്? എടാ മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാന്ന് കരുതി സമാധാനിക്കുക. അല്ലാണ്ട് അതൊക്കെ ആലോചിച്ചിട്ടേ നീ ഏത് നേരം ഇങ്ങനെ കുടിച്ചിട്ട് നിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കണ്ട. ആ കൂടി 10-33 വയസ്സല്ലായിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് തന്നെ നീ ഇങ്ങനെ ആയാലോ? 10-20 പണിക്കാരുണ്ട് 2 മില്ലിലായിട്ട്. അത് നീ ഇങ്ങനെ നോക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ അതൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും. എന്തോ രാഹുലുള്ളത് കൊണ്ട് അവൻ അവിടെ ഇവിടെയൊക്കെ ഓടി ഓടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിനക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് അവിടെ എത്തി നോക്കാനെങ്കിലും പൊയ്ക്കോടെടാ. അമ്മായി, ഇനി എനിക്ക് മില്ല് നോക്കി നടത്താനൊന്നും പറ്റില്ല. എന്നെ കൊണ്ടായില്ല. അതല്ലേ പറഞ്ഞത്, കിട്ടുന്ന പൈസക്ക് അത് വിറ്റ് കളയാൻ. വിറ്റ് കളയാനാ? നിന്റെ അച്ഛൻ രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ചിട്ടാ ആ 2 മില്ലും ഉണ്ടാക്കിയത്. അതിനുള്ള വരുമാനം കൊണ്ടല്ലേ ഈ വീടും കാറും ഉള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നീയും 20-ാമത്തെ വയസ്സിൽ അവിടെ പോയിട്ടേ ഉള്ള പണിയൊക്കെ പഠിച്ച് അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ട് നോക്കി നടത്തിയതാ. ഇപ്പൊ എത്ര സിമ്പിളായിട്ടാണ് മോനെ നീ അത് വിൽക്കുന്ന് പറഞ്ഞത്. നീ അതിപ്പോ പോയി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. രാഹുൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കച്ചവടം ഇത്തിരി കുറവാണ്. അത് ഓരോ സീസണിൻ്റെ ആയിരിക്കും. അത് കാര്യമില്ല. പിന്നെ കഴിഞ്ഞ മാസത്തെ പൈസ നിന്റെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിടയ്ക്ക് അതൊക്കെ നോക്ക്. മില്ലിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അമ്മായി നോക്കിയാൽ മതി. എനിക്കുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ കണക്കും കാര്യങ്ങളൊന്നും നോക്കാനില്ല. ദിവസവും കുടിക്കാൻ വേണ്ടി 2000, 3000, 4000 എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടേ ഇനി അതിൽ എന്താ ഉള്ളത്? ദിവസം രാഹുൽ പോകുന്നതിനിടക്ക് അവന് ചെലവിനെടുക്കാൻ അതിൽ പൈസ കിട്ടണില്ല. പണിക്കാർക്കൊക്കെ കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് നിന്റെ അച്ഛൻ ആ വലിയ പറമ്പ് വാങ്ങിച്ചിട്ടത് കൊണ്ട് അതിനുള്ള തേങ്ങയും അടയ്ക്കൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അന്നാളുള്ളത് കഴിഞ്ഞു പോണോ.
പിന്നെ നീ ചോദിച്ചിട്ട് എനിക്ക് പൈസ തരാണ്ടിരിക്കാനും പറ്റുന്നില്ലല്ലോ. പക്ഷെ കുടിക്കാനാണ് പറയുമ്പോഴാ സങ്കടം വരുന്നത്. നീ ഒന്ന് കുളിച്ച് റെഡിയായിട്ടേ ആ ഭക്ഷണം ഒന്ന് കഴിക്കാൻ നോക്ക്. എപ്പോൾ ഉണ്ടാക്കിയതാണെന്നറിയോ? എന്നാ 2000 ഉണ്ട്. ഓ ഇവിടെ ഉണ്ടോ എന്തോ. കമലെടുത്തിയേ കൂയ്, കമലെടുത്തിയേ മഴയില്ല അവിടെ. ആ നിങ്ങൾ ഈടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ നേരെ ഇങ്ങടെ വീട്ടിൽ പോയനെ. ആടെ ഗംഗാ തരട്ടം പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന്. എന്നാ ഫോണെങ്കിലും എടുത്തൂടെ? ഇപ്പൊ എന്തിനാ വരാൻ പറഞ്ഞത്? എന്ത് നിങ്ങക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ, ചെക്കനെ പെണ്ണ് നോക്കാൻ, അല്ലാണ്ട് എന്തിനാ? അല്ല അതിന് നിങ്ങൾ ഈടെ വരാൻ പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിൽ തന്നെ പോരാനോ? ചെക്കന് 10-28 വയസ്സല്ലായുള്ളൂ, നല്ല ജോലിയല്ലേ. മണി പോലത്തെ കുട്ടികളെ കൊണ്ടുതരാം ഞാൻ. എന്റെ മോന്റെ കാര്യമല്ല പറഞ്ഞത്, ഇവിടുത്തെ രമേശന്റെ കാര്യ. അവന് 30-33 വയസ്സായില്ലേ. അയ്യയ്യ, ഇവന് വിളിക്കല്ലേ? ഈ ചെക്കന് പെണ്ണ് നോക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? നാട്ടുകാരെ കൊണ്ട് അടി മേടിച്ചു തരാനാ പരിപാടി? ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടുകാർ ഈ ചെക്കന് കല്യാണത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഏത് നേരവും കല്ലും ഇല്ലല്ലേ, കല്ലും കുടിച്ച് മൂക്കറ്റിങ്ങോട്ട് എവിടെയെങ്കിലും കിടക്കല്ലേ. അവനൊക്കെ ആര് പെണ്ണ് കൊടുക്കും? നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ടാ? നീ ഒന്നും മിണ്ടാതിരിക്കുക ദിവാകര. അധികം പുണ്യാളനാവാന്ന് നോക്കണ്ട. പൈസയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യുന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിലേ 5 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരും. 5 ലക്ഷം രൂപയോ? 10-15 കല്യാണം നടത്തിയാൽ കിട്ടുന്ന പൈസ ഒറ്റ കല്യാണമുണ്ട്. അല്ല അതൊക്കെ നമുക്ക് കല്ല് കുടിക്കാത്ത ചെക്കന്മാരൊന്നുമില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അല്ല ഈ ചെക്കൻ എന്നത് ഇപ്പൊ ഇങ്ങനെ? ആദ്യം നല്ല ഡീസൻ്റ് ആയിരുന്നല്ലോ, ഇതിപ്പോ കുറച്ചല്ലേ ആയല്ലോ. എന്താ പറ്റിയവന്? കുറച്ചൊന്നുമില്ല, ശരിക്കും പറഞ്ഞ ഒരു 6 മാസമായി. അവൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷമല്ലേ കുട്ടി ഇങ്ങനെ ആയത്. അവനെന്തോ പുറത്തു പോയ സമയത്തേ ഇപ്പം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കയറി ഗ്യാസൊക്കെ ഓണാക്കി. അപ്പോഴത്തേക്കും ബിസിനസ്സിൻ്റെ എന്തൊക്കെയോ കോള് വന്നു പറഞ്ഞിട്ട് അവൻ അത് ഓഫാക്കേണ്ട ഒരൊറ്റ പോക്ക്. 1-1.5 മണിക്കൂർ കഴിഞ്ഞ് അവർ വന്നിട്ടേ ഗ്യാസ് ലൈറ്റ് ഓണാക്കുക അതോ സിഗരറ്റ് ലൈറ്റ് എന്തോ നമുക്കറിയില്ലല്ലോ അതൊന്നും. മൊത്തത്തിൽ രണ്ടും കൂടി പൊട്ടിത്തെറിച്ച് പോയി. ഇതിപ്പോൾ അവൻ കാരണം അങ്ങനെ ആയി എന്നുള്ള ആ ഒരു കുറ്റബോധം ആ കുട്ടിക്കുണ്ടേ. പിന്നെ ആ കൂടി ഒറ്റ മോനല്ലേ, അച്ഛനും അമ്മയും പോയതിന് ശേഷം ഒറ്റയ്ക്കായ പോലെയായി. എല്ലാ ഒരു ടെൻഷൻ കാരണം അവൻ അന്ന് തുടങ്ങിയ കുടിയാ. പക്ഷെ അതും പറഞ്ഞിട്ടേ എനിക്കിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുമോ? എൻ്റെ ഏട്ടൻ്റെ മോനൊക്കെ തന്നെയാ, പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടിനെ പോലെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ ജീവിതം ഇങ്ങനെ കളയാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ വിളിച്ചിട്ടേ അവനൊരു കല്യാണം നോക്കാൻ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ? അല്ല നമ്മള് നാട്ടുകാർ വിചാരിച്ചത് അബദ്ധവശാൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചു എന്നാ. ഇവൻ ഓണാക്കി പോയതാ? അയ്യോ. അല്ല അതിപ്പോ ഇങ്ങനെ സംഭവിച്ച ആരാലും ഇങ്ങനെ ആയിപ്പോ അത് നോക്കണ്ട. കല്ലൂടിൻ്റെ ഉള്ളു, വേറെ ദുഷീലൊന്നുമില്ലല്ലോ. എത്ര സ്വത്ത്, വലിയ വീട്, ഏക്കർ കണക്കിന് സ്ഥലം, 2 മില്ല്, കാറൊക്കെ ഇല്ലേ, എത്ര പൈസ ഉണ്ടല്ലോ ചെക്കൻ്റെ ബാങ്കിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നാട് വേണ്ട, ഈ വേണ്ടത്തെ ആൾക്കാർ ഓരോന്ന് പറയേ. നമുക്ക് കുറച്ച് ദൂരെ നല്ല അടിപൊളി വലിയ വീട്ടിൽ തന്നെ കൊണ്ടുവരാം കേട്ടോ. വലിയ വീടും സെറ്റപ്പൊന്നും വേണ്ട. അല്ലെങ്കിലും നമുക്ക് എന്തിനാ ഈ പൈസയൊക്കെ? അത് നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. നീ പറഞ്ഞ പോലെ ദൂരെ നിന്ന് നോക്കിക്കോ. പക്ഷേ ഒരു ഗതിയില്ലാത്ത വീട്ടിലെ പെണ്ണ് മതി. ഗതിയില്ലാത്ത വീട്ടിലാ? എന്തിന്? കള്ളുകൂടി അത് വിഷയല്ലാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് കള്ളുകൂടി മാറി എത്ര ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടെ ഇതിന് ചേരുന്നതിൻ്റെ അടുത്ത് കൊണ്ടുതരാൻ. ഓ എൻ്റെ ദിവാകര, പൈസയുള്ള വീട്ടിലെ ആൾക്കാരാണെങ്കിലേ അവർക്ക് നല്ല പിടിപാടുണ്ടാകും. എത്ര ദൂരെയാണെങ്കിലും അവർ ഈ നാട്ടിൽ വന്നിട്ട് ചെക്കൻ്റെ വീടും പരിസരവും ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കില്ലേ. അപ്പം ഈ നാട്ടുകാർ ആരെങ്കിലും മിണ്ടാതിരിക്കും തോന്നണ്ട. എല്ലാവരും അവനെക്കുറിച്ച് ഒരാൾ പോലും നല്ലത് പറയില്ല. അപ്പം അതിനേക്കാളും നല്ലത് ഒരു ഗതിയില്ലാത്ത വീട്ടിലെ ആൾക്കാരാണെങ്കിൽ വലിയ അന്വേഷണം പിടിക്കാനൊന്നും വരില്ല. അതാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാലോ. എന്റെ കമലടത്തി നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തിനും പൈസ അല്ലേ, പെണ്ണ് മാത്രം പോരെ, ചെക്കിട്ട് മൂടാനുള്ളതല്ലേ. അപ്പൊ ഒരു ഗതിയും വേണ്ട, അന്വേഷിക്കാൻ ആടും വേണ്ട അല്ലേ? അങ്ങനത്തെ ഒരു അത് ഞാൻ ഒപ്പിച്ചു തരാം.
5 ലക്ഷം ഓ പൈസയല്ലേ, അതൊക്കെ ഞാൻ തരാം. നീ എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടേ വേഗം ഒന്ന് കല്യാണം നടത്തി തരാൻ നോക്ക്. ഈ നാട്ടുകാരുടെ വായ അടയ്ക്കാൻ പറ്റുമോ? അതുങ്ങളാണെങ്കിൽ ഞാൻ കാരണം പിന്നെ കള്ളു കുടിക്കാൻ പൈസ കൊടുക്കണം, അവൻ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് നടക്കുക. അവർക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ? ഞാനും കൂടി ഇല്ലെങ്കിലേ അവൻ്റെ അവസ്ഥ ആലോചിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല ദിവാകര, എൻ്റെ മകന് പെണ്ണ് നോക്കണമെന്നുണ്ട്. ഇവൻ എങ്ങനെ നിർത്തിയിട്ടേ അവൻ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? എനിക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അധികം നീട്ടി ഇതാക്കുമൊന്നും വേണ്ട. 1 മാസത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം. ഓ ആയിക്കോട്ടെ, 1 മാസത്തിനുള്ളിലല്ലേ, അത് ഞാൻ നടത്തരാ. അതിനുള്ള 5 ലക്ഷം കമ്മീഷൻ കിട്ടുക പറഞ്ഞ വലിയ കാര്യമല്ലേ. സെക്കൻഡ് ടൊയോട്ടൻ്റെ കാറൊക്കെ ആണല്ലോ. പിന്നെ എനിക്ക് 2-3 ബസ് കയറിയിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കാൻ പോകാനേ. പെണ്ണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് പെണ്ണുങ്ങളെ മാത്രമല്ലേ പിടിക്കുള്ളൂ. പ്രിയദർശിനി പറഞ്ഞിട്ട് അവർക്ക് KSRTC ബസ്സിൽ സിമ്പിളായിട്ട് അങ്ങ് പോവാ. നമ്മൾ ആണുങ്ങൾ കയറിയ പൈസ കൊടുക്കണ്ടേ? ഒരു 500-1000 തരികയാണെങ്കിൽ ഞാനങ്ങ്. ദിവാകര, മറ്റുള്ളവരെ പറ്റിക്കും പോലെ 4 ഫോട്ടോ കാണിച്ച് നമ്പറും കൊടുത്തിട്ട് 500-1000 എൻ്റെ നിന്ന് വാങ്ങിക്കാനുള്ള പരിപാടിയാണെങ്കിലേ എൻ്റെ സ്വഭാവം അറിയാലോ. അയ്യോ കമലെടുത്ത്, നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയില്ലേ. ഞാനങ്ങനെ ചെയ്യുമോ? ഇത് 5 ലക്ഷം കിട്ടുന്ന പരിപാടിയല്ലേ, ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പൈസയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉള്ളത് അവന് കൊടുക്കുകയും ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, ആ മില്ല് വഴിക്കല്ലേ പോകുന്നത്, അവിടെ രാഹുൽ ഉണ്ടാകും. അവൻ്റെ അടുത്ത് പൈസ ചോദിച്ചാൽ മതി. ഒരു 2000 വാങ്ങിച്ചിട്ട് വയ്ക്കോ, ഞാൻ വിളിച്ച് പറയാം. ഓ അങ്ങനെ ആയിക്കോട്ടെ, മില്ല് വഴി പോവാ. ശരിയേ. സ്വന്തം മോനെപ്പോലെ അത്ര അല്ലെങ്കിൽ മോനൊന്നും കാണാണ്ട് ഇവിടെ നിൽക്കില്ല എന്നറിയില്ലേ. ഉള്ള കാറും സ്വത്തും മില്ലൊക്കെ അടിച്ചുകൊണ്ടുള്ള പരിപാടി ആയിരിക്കും. എനിക്കെന്താ, എനിക്ക് പൈസ കിട്ടിയാൽ പോലെ.